എല്ലാവർക്കും നമസ്കാരം. സെക്ഷൻ സിയിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? ഒരു 10 ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 4 മാർക്കായിരിക്കും. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1.5 പേജ്, അതായത് ഒരു പുറം രണ്ടാമത്തെ പുറം, ഒരു പേജിൻ്റെ ഒരു പുറം രണ്ടാമത്തെ പുറം, ഇത് 2 പുറം എഴുതുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഒരു പുറം നിർബന്ധമായിട്ടും എഴുതണം. ഒരു 1.5 പുറത്തിലൊക്കെ നിർത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും നമ്മൾ എഴുതണം. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇനി അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ ആർട്ട്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ ആർട്ട്. ഈജിപ്ഷ്യൻ ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ സിയിലും സെക്ഷൻ ഡിയിലും ഷോർട്ട് എസ്സേയും എസ്സേ ക്വസ്റ്റ്യൻസും എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് എഴുതിയിട്ട് വേണം എഴുതാന്നുള്ളത്. അപ്പോൾ സെക്ഷൻ സി എഴുതുമ്പോൾ ഒരു സൈഡ് ഹെഡിങ് ആയിട്ട് ചോദ്യം തന്നെ അതുപോലെ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ ആർട്ട്, അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ ആർട്ട് എന്ന് സൈഡ് ഹെഡിങ് എഴുതുന്നു. എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻ ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? 2D 3D പീസസ് ഇമേജസ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കൾച്ചറൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ഈജിപ്ഷ്യൻ ആർട്ട് എന്ന് പറയുന്നത്. ദെൻ വുഡ്, മെറ്റൽ, സ്റ്റോൺ, ഇതുകൊണ്ടൊക്കെയുള്ള പല രീതിയിലുള്ള സ്കൾപ്ചേഴ്സ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഒരുപാട് ഡിവൈനിറ്റി, അതായത് ദൈവത്തിനോട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഇമേജസ്, പിക്ചേഴ്സ് ഒക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഫാമിലി ദൈവങ്ങളെ ഫാമിലി ആരാധനാലയങ്ങളിലും അത് അല്ലാതെ തന്നെ പൊതു ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടിയുള്ള പൊതു സ്ട്രക്ചറെല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഇതിൻ്റെ മീതൊക്കെയുള്ള ആർട്ട് വർക്കും ഇതിൻ്റെയൊക്കെ പല പല വർക്ക്സും അവർക്കുണ്ടായിരുന്നു. മെറ്റൽ വർക്ക്സ് അവരൊരു പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ ഹൈറോഗ്ലിഫിക്സ്, അവർ റൈറ്റിംഗ് ആണ് ഹൈറോഗ്ലിഫിക്സ്. ഈ പല ആർട്ട് വർക്കിൻ്റെ മീതിയും ഈ റൈറ്റിങ്സ് കാണാൻ സാധിക്കും. ഇത്രയാണ് അതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വരുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ ആർട്ടിൻ്റെ മെയിൻ പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് ഓഫ് ഹമ്മുറാബി. കോഡ് ഓഫ് ഹമ്മുറാബി ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അപ്പോൾ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് ഓഫ് ഹമ്മുറാബി, ഈജിപ്ഷ്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, പിന്നെ ഈജിപ്ഷ്യൻ്റെ സോളർ കൾട്ട്, റോമൻ ലെഗസി, ദെൻ ഡിക്ലൈൻ ഓഫ് റോം, ഒരുവിധം ടോപ്പിക്കൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൽ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഹമ്മുറാബി എന്ന് പറയുന്ന ഒരു ബാബിലോണിയ ഹമ്മുറാബിയുടെ സിസ്റ്റം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത് ഒരു സമേറിയയിൽ ഉണ്ടായിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഹമ്മുറാബി എന്ന് പറയുന്ന ബാബിലോണിയയിലെ ഒരു റൂളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളെയാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ആ നിയമത്തിൻ്റെ പ്രധാന പോയിന്റ് എന്താണ്? എൻ ഐ ഫോർ എൻ ഐ, എ ടൂത്ത് ഫോർ എൻ എ ടൂത്ത്, എ ലിം ഫോർ എ ലിം, അതായത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ആ ഒരു രീതിയിലുള്ള നിയമവ്യവസ്ഥിതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിനെയാണ് ആദ്യത്തെ ലോ മേക്കർ, ചരിത്രത്തിലെ ഫസ്റ്റ് ലോ മേക്കറായിട്ട് അറിയപ്പെടുന്നത് ഹമ്മുറാബിനെയാണ്. സുമേറിയൻ സൊസൈറ്റിയിലെ ക്രിമിനൽ ലോസ് ഒക്കെ ഇദ്ദേഹം തന്നെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. സുമേറിയൻ സൊസൈറ്റീനെ അദ്ദേഹം ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പെട്രീഷ്യൻസ് ഓർ നോബിൾസ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ബർച്ചേഴ്സ് ഓർ കോമണേഴ്സ്, തേർഡ് ഗ്രൂപ്പ് സെർവ്സ് ഓർ സ്ലേവ്സ്, ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ് ഹമ്മുറാബി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെയാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ പോയിന്റ്സ്. 33rd ക്വസ്റ്റ്യൻ, പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. എന്താണ് പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്? പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 550 BC മുതൽക്ക് 651 BC വരെ നിലനിന്നിരുന്ന ഒരു ഗവൺമെൻറ് സിസ്റ്റമാണ്. പേർഷ്യയിലൊരു ഗവൺമെൻറ് സിസ്റ്റമാണ് പേർഷ്യൻ ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നത്.
അക്കാഡിയൻ ആൻഡ് അസേറിയൻ സിസ്റ്റത്തിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റും വരുന്നത്. ഈ സിസ്റ്റം പ്രകാരം എംപറർ റൂളർ ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത്. എംപറർ വരുന്ന ആ ഒരു ഇതിനെ എംപയർ എന്ന് പറയുന്നു. ഈ എംപയറിനെ പല രീതിയിലുള്ള സത്രാബീസ് ഓർ പ്രൊവിൻസസ് ആക്കിയിട്ട് തിരിക്കുന്നുണ്ട്. ഓരോ സത്രാബീസിൻ്റെ അല്ലെങ്കിൽ പ്രൊവിൻസസിൻ്റെ ഹെഡ് സത്രബായിരിക്കും. ഈ ഓരോ പ്രൊവിൻസസിനും അതിൻ്റേതായിട്ടുള്ള ജനറൽ ആർമി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ സൈറസിൻ്റെ കാലത്ത് ഈ ഒരു സത്രാബി സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് സെൻട്രലിന് കൂടുതൽ പവർ ലഭിക്കുകയും സെൻട്രലിൻ്റെ കൺട്രോളിൽ ഈ സത്രാബീസ് എല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സൈറസിന് ശേഷം ഡാരിയസിൻ്റെ റൂൾ വന്നപ്പോൾ, ഡാരിയസ് ദ ഗ്രേറ്റിൻ്റെ റൂൾ വന്നപ്പോൾ എംപയറിനെ 7 റീജിയൻസ് ആക്കി തിരിച്ചിട്ട് അവിടെ ഓരോ റീജിയൻ്റെ കീഴിലും ഒരു 20 സത്രാബീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് അവിടെ, ഒരു ഗവൺമെൻറ് സിസ്റ്റമാണ് അവിടെ നിലനിന്നിരുന്നത്. ഇതിനെയാണ് പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ചുരുങ്ങിയ വേർഡ്സിലാണ് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ നിങ്ങൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ബുക്ക് വായിക്കുക, അങ്ങനെ അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ 34ാമത്തെ ചോദ്യം, പീക്കിംഗ് മെൻ. എന്താണ് പീക്കിംഗ് മെൻ? പീക്കിംഗ് മെൻ എന്ന് പറഞ്ഞാൽ ചൈനയിൽ കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ഹോമോ ഇറക്ടസ് ഗ്രൂപ്പിനെ പീക്കിംഗ് മെൻ എന്നാണ് അറിയപ്പെടുന്നത്. ജോഹാൻ ഗുണ്ണർ ആൻഡേഴ്സൺ ആണ് 1927 ഈ ഒരു എന്താ പറയുക പുതിയ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ബീജിങ്ങിനെയാണ് പീക്കിംഗ് എന്ന് പറയുന്നത്. പീക്കിങ്ങിൻ്റെ സൗത്ത് വെസ്റ്റേൺ പാർട്ടിൽ, അതായത് ദക്ഷിണ പടിഞ്ഞാറൻ മേഖലയിലായിട്ടാണ് ഈ ഒരു ലൊക്കാലിറ്റി കണ്ടെത്തുന്നത്. ആ ലൊക്കാലിറ്റിയുടെ പേരാണ് ഷൗക്കോദിയൻ കേവ് എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റി കണ്ടെത്തുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് പഴയകാല മനുഷ്യൻ്റെ സ്കള്ളുകളും ഒരുപാട് സ്കെൽട്ടനുകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഈ പീക്കിങ്ങിൽ നിന്ന് കണ്ടെത്തിയതിനെ സിനാന്ത്രോപ്പസ് പെക്കിനീൻസിസ് എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു സിനാന്ത്രോസ് പെക്കിനീസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഹോമോ ഇറക്ടസ്, മനുഷ്യൻ്റെ തന്നെ ഹോമോ ഇറക്ടസ് ഗ്രൂപ്പിൽ പെടുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ഈ ഒരു പീക്കിങ്ങിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിനെയാണ് പീക്കിംഗ് മെൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 34th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 35th ക്വസ്റ്റ്യൻ, 5 ക്ലാസിക്സ്. എന്താണ് 5 ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ? ചൈനയിൽ കൺഫ്യൂഷ്യനിസത്തിൻ്റെ ഭാഗമായിട്ട്, കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ആയിരുന്നു, ഒരു റിലീജിയസ് കോൺസെപ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള 5 പുസ്തകങ്ങളെയാണ് 5 ക്ലാസിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഷിങ് എന്ന പുസ്തകമാണ്. ബുക്ക് ഓഫ് ഡിവൈനിറ്റി ആൻഡ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ബുക്കാണ് ഷൂഷിങ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, ക്ലാസിക് ബുക്കാണ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. ദെൻ മൂന്നാമത്തെ പുസ്തകമാണ് ഷിങ്. രണ്ടാമത്തെ ഷൂഷിങ് ആണ്. ഇത് ഷിങ് SHISCHING ഷിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഡ്സ് കഥകളൊക്കെ ഉള്ള ബുക്ക് ഓഫ് ഓഡ്സ് ആണ്. നാലാമത്തെ ബുക്കാണ് ലീച്ചി എന്ന് പറഞ്ഞാണ് റിച്വൽസിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള ബുക്കാണ് ലീച്ചി. അഞ്ചാമത്തെ ബുക്കാണ് ചുൻചി എന്ന് പറയുന്ന ബുക്ക്. അതെന്ന് പറഞ്ഞെങ്കിൽ കാലത്തിനെ കുറിച്ച്, സ്പ്രിംഗ് ആൻഡ് ഓട്ടംസിനെ കുറിച്ചൊക്കെയുള്ള പുസ്തകമാണ്. ഈ 5 പുസ്തകങ്ങളെയാണ് 5 ക്ലാസിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിങ്ങനെ എഴുതി വെച്ചാൽ പോരാ, ഇതിനെ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് അത് നോക്കിയിട്ട് എഴുതി. ഞാൻ ജസ്റ്റ് എന്തായിരിക്കണം മെയിൻ ആൻസർ മാത്രമാണ് പറയുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 2 പേജാക്കി എഴുതണം. 2 പേജൊക്കെ എഴുതാൻ ഇഷ്ടം പോലെ എഴുതാൻ പറ്റുന്ന വിഷയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യമാണ് സോക്രട്ടീസ് എന്ന് പറയുമ്പോൾ പ്ലാറ്റോൻ്റെ ഗുരുനാഥനാണ് സോക്രട്ടീസ് എന്ന് പറയുന്ന ആൾ. സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ടീച്ചറൊന്നും അല്ല അദ്ദേഹം. പക്ഷേ ഒരു എത്തിക്സിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൈമറി ടീച്ചറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യാന്വേഷണിയായിട്ടുള്ള ഒരാളായിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത്. നോളജ്, അറിവിന് പ്രാധാന്യം നൽകിയ ഒരാളാണ് സോക്രട്ടീസിൻ്റെ ഒരു കോട്ട്സ് എന്ന് പറയുന്നത്, റൈറ്റ് ആക്ഷൻ ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് പ്രോപ്പർ നോളജ് ആൻഡ് കൺവേഴ്സ്ലി പ്രോപ്പർ നോളജ് ഇൻവെൻറ്റ്ലി ലീഡ്സ് ടു റൈറ്റ് ആക്ഷൻ. അതായത് ശരിയായിട്ടുള്ളൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ളൊരു പ്രവൃത്തി, അതായത് റൈറ്റ് ആക്ഷൻ, ശരിയായിട്ടുള്ള പ്രവൃത്തി നടക്കണമെങ്കിൽ ശരിയായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ശരിയായിട്ടുള്ള നോളജ് ഉള്ള ആൾക്ക് മാത്രമാണ് ശരിയായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. ഇദ്ദേഹം ഈ ട്രഡീഷൻസ്, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നാണ് സോക്രട്ടീസിനെ കുറിച്ച് വന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത്. 399 BC സോക്രട്ടീസിനെ തടവിലാക്കുകയും
അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. യുവതലമുറയെ വഴിതെറ്റിച്ചുകൊണ്ട് പുതിയ മതം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സോക്രട്ടീസിനെ കൊല്ലുന്നത്. അപ്പോൾ അതായത് സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ സോക്രട്ടീസ്, പ്ലാറ്റോ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിസ്റ്റോട്ടിൽ, ദെൻ നമ്മുടെ എന്താ പറയുക തൂസ്ഡൈറ്റ്സ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരെ കുറിച്ചൊക്കെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ എങ്ങനെയാലും ഒരു ഷോർട്ടസ്, ഈ വ്യക്തികളെ കുറിച്ച് ഒരു ഷോർട്ടസ് നിർബന്ധമായിട്ടും വന്നിരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം 37th ക്വസ്റ്റ്യൻ, ഇഫക്ട്സ് ഓഫ് പ്യൂണിക് വാർസ്. പ്യൂണിക് വാർസിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കണം. പ്യൂണിക് വാർസിൻ്റെ ഇഫക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്യൂണിക് വാർ കഴിയുന്നതോടുകൂടി തന്നെ റോമിന് സ്പെയിനിൻ്റെ മീതെ ഒരു ആധിപത്യം വരികയാണ് ചെയ്യുന്നത്. പിന്നീട് റോം, ഏഷ്യ മൈനർ, ദെൻ ഗ്രീസ്, ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളും കൈയടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ അവർ കൈയടക്കാൻ തുടങ്ങിയപ്പോൾ കാലക്രമേണ റോമൻസിൻ്റെ മീതെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി. അതായത് ഗ്രീക്കുകാരുടെ കൾച്ചർ, ഹാബിറ്റ്സ്, കസ്റ്റംസ്, അങ്ങനെ ഗ്രീസുകാരുടേതായിട്ടുള്ള ഐഡിയാസ് റോമിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ റോമൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രീക്സ് ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം റോമിൽ തുടങ്ങുന്നത് തന്നെ പ്യൂണിക് വാറിന് ശേഷമാണ്. പ്യൂണിക് വാറിൽ ഒരുപാട് അടിമകളെ പിടിച്ചുകൊണ്ട് വരികയും ഒരുപാട് വ്യക്തികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിമകളാക്കി തടവറയിലിടുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ സ്ലേവറി എന്ന് പറഞ്ഞ സമ്പ്രദായം തുടങ്ങുന്നത് പ്യൂണിക് വാർസിന് ശേഷമാണ്. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വെൽത്തി മെർച്ചൻസിൻ്റെയും ഗവൺമെൻറ് കോൺട്രാക്ടർമാരുടെയൊക്കെ നേതൃത്വത്തിലൊരു മിഡിൽ ക്ലാസ് ഫോർമേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, മധ്യവർഗ രൂപീകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോഡ്സ് വികസിച്ചു, ഡാംസ് ഉണ്ടായി, അങ്ങനെ ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ദെൻ ഒരു ലക്ഷൂറിയസ് ലൈഫിലേക്ക് റോമൻസ് വരുന്നത് ഈ പ്യൂണിക് വാറിന് ശേഷമാണ്. അതോടുകൂടെ തന്നെ റിച്ച് ആൻഡ് പുവർ എന്നുള്ള അന്തരം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അന്തരം കൂടി വരികയും ചെയ്തു. ഇത്രയാണ് പ്യൂണിക് വാർസിൻ്റെ ഇഫക്റ്റിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 38ാമത്തെ ചോദ്യം, ടിനോഷിറ്റ്ലാൻ എന്ന് പറയുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് എസ്റ്റെക്സ് എന്ന് പറയുന്ന റീജിയനിലെ, മെക്സിക്കോയിലെ എസ്റ്റെക്സ് എന്ന് പറയുന്ന റീജിയൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ടിനോഷിറ്റ്ലാൻ എന്ന് പറയുന്നത്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതിയിട്ടൊരു 2 പേജ് എഴുതാൻ ശ്രമിക്കുക. ഇവിടുത്തെ ദൈവം സൂര്യദേവനെയാണ് ആരാധിച്ചിരുന്നത്. ആ സൂര്യദേവനെ ഹ്യുറ്റ്ലോപിച്ചോട്ട്ലി എന്നാണ് അറിയപ്പെടുന്നത്. സ്പെല്ലിങ് ഞാൻ പറയാം, HUITZILOPOCHTLI. അതാണ് അവിടുത്തെ ദൈവം, സൺ ഗോഡ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഈ ടിനോഷിറ്റ്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം മറ്റൊരു സ്ഥലത്തിൻ്റെ കീഴിൽ വരുന്നൊരു പ്രവിശ്യയായിരുന്നു. എസ്കോപെറ്റ്ലോസി എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തിൻ്റെ, എസ്കോപെറ്റ്ലിയോ എന്ന് പറയുന്ന എസ്കോപെറ്റ്സാൽക്കോ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തിൻ്റെ കീഴിൽ വരുന്നതായിരുന്നു. പിന്നീട് ആ സ്ഥലത്തിനെ ഒക്കെ അതിക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ മോശമായപ്പോൾ ആ പ്രൊവിൻസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ടിനോഷിറ്റ്ലാൻ ഒരു സ്വതന്ത്ര സ്ഥലമായി വരികയാണ് ചെയ്യുന്നത്. അവിടുത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് ദൈവങ്ങൾക്കായിട്ട് ഉള്ള കുറേ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്സിക്കോയിൽ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ദൈവത്തിന് വേണ്ടി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന ദൈവമാണ് ഹ്യുറ്റ്സിലോപോച്ചിറ്റ്ലി. പല രീതിയിലായിരിക്കും കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക. എനിക്ക് മനസ്സിലായതാണ് ഹ്യുറ്റ്സിലോപോച്ചിറ്റ്ലി എന്ന് പറയുന്നൊരു ദൈവം, അതാണ് അവിടുത്തെ ആള്. ദെൻ മറ്റൊരു ദൈവമായിരുന്നു ടിയാലോക്ക് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് റെയിൻ ആൻഡ് ഫെർട്ടിലിറ്റി, മഴയുടെയും ഫെർട്ടിലിറ്റിയുടെയും ഒക്കെ ദൈവമാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജനങ്ങളെ പല ക്ലാനുകളായിട്ട്, പല ഗോത്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേര് കാൽപ്പുലി എന്നാണ്. പല ക്ലാനുകളായിട്ട് തിരിക്കുന്ന സമ്പ്രദായത്തിനെ പറയുന്നത് കാൽപ്പുലി എന്നാണ്. ദാറ്റ് മീൻസ് ബിഗ് ഹൗസ്. പിന്നെ ഈ ടെനോഷിറ്റ്ലാൻ എന്ന് പറയുന്ന സ്ഥലം ഒരു ട്രേഡ് സിറ്റി ആയിട്ടാണ് അറിയപ്പെട്ടത്. മെറ്റലർജി ഒക്കെ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിലും ഒരുപാടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ചോദ്യത്തിൽ വരിക. ദെൻ നെക്സ്റ്റ് 39ാമത്തെ ചോദ്യമാണ് സൊറസ്ട്രേനിസം. എന്താണ് സൊറസ്ട്രേനിസം എന്ന് പറയുന്നത്? സൊറാസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ടീച്ചിങ്സ് ആണ് സൊറസ്ട്രേനിസം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് അഹൂറ മസ്ത. അതൊരു ഡിസ്ട്രക്റ്റീവ് സ്പിരിറ്റ് ആണ്. ഗുഡ് ആൻഡ് ഈവിൾ, നല്ലതിൻ്റെയും ചീത്തയുടെയും കോമ്പിനേഷനാണ് അഹൂറ മസ്ത എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ കമ്പൈൻസ് ഈവിൾസ് ആൻഡ് ഗുഡ്സ്, അതാണ് അഹൂറ മസ്ത. 6th century BC ഈ മതം സൊറസ്ട്രേനിസം എന്ന് പറയുന്ന ആശയം ഫേമസ് ആകുന്നത്.
ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അടങ്ങുന്ന ഒരു ബുക്കാണ് ഗാഥാസ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. പിന്നെ സൊറസ്ട്രൻസിനെ കുറിച്ച് നിങ്ങൾ വായിച്ച് എഴുതേണ്ടതാണ്. ദെൻ മറ്റൊരു ചോദ്യമാണ് 40ാമത്തെ ചോദ്യം, ക്രീറ്റൻ സിവിലൈസേഷൻ. എന്താണ് ക്രീറ്റൻ സിവിലൈസേഷൻ? ക്രീറ്റൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് മിനോവൻ സിവിലൈസേഷൻ. നിയോളിത്തിക് കാലഘട്ടത്തിലാണ് ഈ സിവിലൈസേഷൻ വരുന്നത്. 3000 to 1100 BCയിലാണ് ഈ സിവിലൈസേഷൻ്റെ ഉദയം എന്ന് പറയുന്നത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആയിട്ടൊക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. ക്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സിവിലൈസേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ക്രീറ്റൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പേരെന്താണ്? മിനോവൻ സിവിലൈസേഷൻ എന്നാണ്. മൈസേനിയൻ, ഗ്രീക്സ് തുടങ്ങിയ ഒരു ഭാഗങ്ങളിലാണ് ഇത് വരുന്നത്. പോട്ടറി, സീൽസ്, ഫിഗറേറ്റ്സ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 2 റൈറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന് ക്രീറ്റൻ ഹൈറോഗ്ലിഫിക്സും പിന്നെ ഒന്ന് ലീനിയർ എ എന്നാണ് അറിയപ്പെടുന്നത്. ക്രീറ്റൻ ഹൈറോഗ്ലിഫിക്സ് ആൻഡ് ലീനിയർ എ. ഈ ഒരു സിവിലൈസേഷൻ നശിക്കുന്നത് വോൾക്കാനിക് എക്സ്പ്ലോഷൻ വഴിയാണെന്നാണ് കണക്കാക്കുന്നത്. ദെൻ ഈ ഒരു സിവിലൈസേഷൻ കണ്ടെത്തുന്നത് ആർത്തർ ഈവൻസ് ആണ്. ആർത്തർ ഈവൻസിൻ്റെ ഡിസ്കവറിലാണ് ക്രീറ്റൻ സിവിലൈസേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടു ദ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മളൊരു 2 പേജ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു സബ് ഹെഡിങ്, അത് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, അത് സബ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. മെയിൻ പോയിന്റ്സിൻ്റെ അടിയിൽ വരയ്ക്കണം. ഒരു 2 പാരഗ്രാഫോ 3 പാരഗ്രാഫൊക്കെ ആയിട്ട് തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി പോകാം. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷൻ ഡി. സെക്ഷൻ ഡി ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും വളരെ സ്പീഡിൽ എഴുതേണ്ട സെക്ഷനാണ് സെക്ഷൻ ഡി. എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ സെക്ഷൻ സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ പ്രധാനമായിട്ടും കോഡ് ഓഫ് ഹമ്മുറാബി പഠിക്കണം. ദെൻ പ്രധാന വ്യക്തികൾ, ഇപ്പോൾ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ് തുടങ്ങിയ വ്യക്തികളുണ്ടല്ലോ, അങ്ങനെയുള്ളവരെ കുറിച്ച് എന്തായാലും ചോദ്യം വരുന്ന ഉറപ്പാണ്. ദെൻ റിലീജിയൻ, ബുദ്ധിസം, സൊറസ്ട്രേനിസം, അങ്ങനത്തെ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്സ് ഉണ്ടല്ലോ, റിലീജിയസ് ആണ് എന്ന അങ്ങനത്തെ കുറച്ച് ടീച്ചിങ്സ്, പ്രിൻസിപ്പിൾസ് അത് നിങ്ങൾ നോക്കിയിരിക്കണം. അത് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്രീക്ക് റോമൻ, ഈജിപ്ത് ഇതിൽ 3-ൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഷോർട്ട് എസ്സേയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ്സേയിൽ ഇതിന് വളരെ ഡിസ്ക്രിപ്റ്റഡ് ആയിട്ട് വേറെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ സിയിൽ നിർബന്ധമായിട്ടും വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ സെക്ഷൻ ഡിയിൽ 4 ചോദ്യങ്ങളാണ് തന്നിട്ടുണ്ടാവുക. അതിലേതെങ്കിലും 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതമാണുള്ളത്. അപ്പോൾ നമ്മളൊരു 5 പുറമെങ്കിലും എഴുതണം എന്നാണ് പറയുക. 3 പുറം മിനിമം എഴുതണം, 5 പുറം ഒക്കെ എഴുതേണ്ട ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്തൊക്കെ വരുന്നു ഓരോ പോയിന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ഗൈഡ് ഉണ്ടല്ലോ, ആ ഗൈഡിലെ ഓരോ ചാപ്റ്ററും തന്നെയായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, എസ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ചാപ്റ്റർ വേണമെങ്കിലും ചോദിക്കാം. ഒരു എസ് എ ക്വസ്റ്റ്യന് ഏത് ചാപ്റ്റർ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് തോന്നിയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരമിഡ്, ടെമ്പിൾസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ ഒരു മെയിൻ ടോപ്പിക്കാണ്. ദെൻ റോമിനെ പറ്റിയൊരു ചോദ്യം, ഒന്നെങ്കിൽ റോമൻ ലെഗസി ചോദിക്കാം, അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് റോം. ഈ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് റോമിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം. ദെൻ ഗ്രീക്കിനെ കുറിച്ച് ചോദിക്കാനാണ് സാധ്യത വരുന്നത്. ഗ്രീക്സിൻ്റെ ഫിലോസഫി, ഈ ഗ്രീസിൽ വരുന്ന പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. ദെൻ പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് മീസോ അമേരിക്കൻ്റെ ഭാഗമായിട്ട് മീസോ അമേരിക്കൻ കൾച്ചർ ഒരു പ്രധാന ടോപ്പിക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് തോന്നുന്നത് ബാബിലോണിയൻസിനെ കുറിച്ചിട്ട് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു എസ് എ ക്വസ്റ്റ്യൻസ് പൊതുവേ ഈ ഒരു ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററും ഒരു എസ് എക്ക് ഒതുങ്ങുന്ന വണ്ണമാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് 41ാമത്തെ ചോദ്യം എസ് എയിൽ അനലൈസ് ദ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ആൻഷ്യൻ്റ് ഈജിപ്ത്. ആൻഷ്യൻ്റ് ഈജിപ്തിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് ആർക്കിടെക്ചർ ഓഫ് ആൻഷ്യൻ്റ് ഈജിപ്ത് എന്ന് എഴുതുക. അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിന് ശേഷം ഫീച്ചേഴ്സ് ഓഫ് ആൻഷ്യൻ്റ് ഈജിപ്ത് ആർക്കിടെക്ചർ വേണം. ദെൻ പിന്നെ അതിൽ വരുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് പിരമിഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു 1.5 പേജൊക്കെ സുഖമായിട്ട് എഴുതാൻ കിട്ടും. പിരമിഡ്സ്
അതിൽ ഏറ്റവും വലിയ പിരമിഡ് എന്താണ്, ലോകാത്ഭുതങ്ങൾ നിലനിൽക്കാൻ, ഇതിൻ്റെ അടിയിൽ വരച്ചിടാനും മറക്കരുത്. ദെൻ ടെമ്പിൾസ്, 2 പ്രധാന ടെമ്പിൾസ് ഉണ്ട് അവിടെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്, ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. ഒരു ചാപ്റ്ററിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. വേഗം പോയിട്ട് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കാണുക, ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പം മനസ്സിലാവും. 42nd ക്വസ്റ്റ്യൻ, അസസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് കൺഫ്യൂഷനിസം ഇൻ ചൈന. അപ്പോൾ ചൈനയിലെ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കൺഫ്യൂഷനിസം എന്ന ആശയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ആളുടെ ടീച്ചിങ് ആണ് കൺഫ്യൂഷനിസം എന്നുള്ള ഒരു തോട്ടിലേക്ക് വരുന്നതെന്ന് അറിയാം. ഇതിൽ പ്രധാനമായിട്ടും എഴുതേണ്ടത് കൺഫ്യൂഷ്യസിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫ് എഴുതണം. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷ്യസിൻ്റെ ഒരു പ്രധാനപ്പെട്ട റൈറ്റിങ്സ് ഉണ്ട്, 5 ക്ലാസിക്സ്, അതിനോടൊപ്പം തന്നെ മറ്റ് 4 സേക്രഡ് ബുക്സ്, ദെൻ കൺഫ്യൂഷ്യസ് ഫിലോസഫി എന്താണ് പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ട 5 ഫിലോസഫിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്, ലീ, റെൻ, ഷൂ, ഈ, സിയോ, അങ്ങനെ 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണത്തിനെ കുറിച്ചും എഴുതിയിരിക്കണം. ഇത്രയാണ് കൺഫ്യൂഷ്യസിനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാനുള്ള എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഏർലി കൾച്ചേഴ്സ് ഓഫ് മീസോ അമേരിക്ക. മീസോ അമേരിക്കയുടെ ആദ്യകാല കൾച്ചേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതൊക്കെയാണ് മീസോ അമേരിക്കയുടെ ആദ്യകാല കൾച്ചേഴ്സ് എന്ന് പറയുന്നത്? അതൊരു ചാപ്റ്റർ തന്നെയാണ്, ഏർലി കൾച്ചേഴ്സ് ഓഫ് മീസോ അമേരിക്ക എന്ന് പറയുന്നത്. ഇതിൽ വരേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3 കൾച്ചറുകളെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ എഴുതണം. ഓൾമെക് കൾച്ചർ, ദെൻ തൂത്തിക്കോൺ സിവിലൈസേഷൻ, ഓൾമെക് കൾച്ചർ, തൂത്തിക്കോൺ സിവിലൈസേഷൻ, ദെൻ ടോൾടെക് കൾച്ചർ. അങ്ങനെ 3 കൾച്ചേഴ്സാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും എഴുതേണ്ടത്. ഇതിന് 3നെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു 6th ഏറ്റവും ലാസ്റ്റത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇത്. ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇത്. ആ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് എഴുതാം. ദെൻ 44th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലെഗസി ഓഫ് റോമൻ സിവിലൈസേഷൻ. റോമൻ സിവിലൈസേഷൻ, ഗ്രീക്ക് സിവിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് എസ്സേക്ക് ചോദിച്ചിരിക്കും കേട്ടോ. റോമൻ സിവിലൈസേഷൻ്റെ ലെഗസി, റോമൻ സിവിലൈസേഷൻ്റെയും ഗ്രീക്ക് സിവിലൈസേഷൻ ലെഗസി എന്ന് പറയുമ്പോൾ ഇതിൽ റോമൻ ലെഗസിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? റിപ്പബ്ലിക്കനിസം എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട്, റോമൻ ലോസ് വരുന്നുണ്ട്, അർബനിസം ആൻഡ് ട്രേഡ് വരുന്നുണ്ട്, റോമൻ മിലിറ്ററി വരുന്നുണ്ട്. ഇതൊക്കെയാണ് റോമൻ ലെഗസിയിൽ വരുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ റോമൻ ലെഗസിയിൽ നമുക്ക് റോമൻ ഹെറിറ്റേജ് ആയിട്ടുള്ള ഫിലോസഫി, ലിറ്ററേച്ചറും ആർട്ടൊക്കെ എഴുതാവുന്നതാണ്. അത് റോമൻ ലെഗസിയുടെ ഭാഗമായിട്ട് എഴുതാവുന്നതാണ്. ഇത്രയും വരുന്നതാണ് റോമൻ ലെഗസിയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. 5 പേജൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ എസ്സേ ക്വസ്റ്റ്യനിലൊക്കെ ആദ്യത്തെ 2 പേജിൽ നമ്മുടെ ആൻസറിൻ്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ വന്നിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കുക, എന്തിനാണ് ഇങ്ങനെ വാരി വലിച്ച് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റെക്കോർഡഡ് വീഡിയോസ് കാണുമ്പോഴും അതിലെ പോയിന്റ്സ് നമ്മൾ അപ്പം എഴുതി വയ്ക്കുക. ആ പോയിന്റ്സ് എഴുതി വെച്ചാൽ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യനുള്ള സംഭവം നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. നമ്മൾ പോയിന്റ്സ് പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് എസ്സേ എഴുതാൻ പറ്റും, 1 വേർഡ് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി വളരെ ടഫായിരിക്കും. മീൻസ് ടു ദ എന്താ പറയുക, ഒരു 1-2 വാക്കിൽ ഉത്തരം എഴുതേണ്ടതായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു ഭാഗമാണ് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ കൂടുതൽ കെയർഫുള്ളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അതിൽ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാറ്റേൺ മാറ്റിയിട്ടൊക്കെ ചോദിക്കുക ഓരോ വർഷം. എന്നിരുന്നാലും ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോഡ് ഓഫ് ഹമ്മുറാബി, അതുപോലെ തന്നെ ബാബിലോണിയനെ കുറിച്ചുള്ളത്, ഗ്രീക്ക് ഓർ റോമൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള റോമൻ ലെഗസി അല്ലെങ്കിൽ ഗ്രീക്ക് ലെഗസി, ഗ്രീക്ക് ഫിലോസഫി, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. മായൻ സിവിലൈസേഷൻ, ലാറ്റിൻ അമേരിക്കൻ കൾച്ചേഴ്സിലെ ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഷോർട്ട് എസ്സേക്കും ചോദിക്കാം, അതുപോലെ തന്നെ വലിയ എസ്സേക്കും ചോദിക്കാം, ലോങ് എസ്സേക്കും ചോദിക്കാം.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈജിപ്ഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ മെസപ്പൊട്ടാമിയനെ കുറിച്ച് വരുമ്പോൾ മെസപ്പൊട്ടാമിയയുടെ പ്രധാനപ്പെട്ട സിഗുറാത്ത് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗം കേട്ടോ. സിഗുറാത്തിനെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ചോദ്യം നിർബന്ധമായിട്ട് വന്നിരിക്കും. ചിലപ്പോൾ ഒരു ഷോർട്ട് എസ്സേയോ അല്ലെങ്കിലും സെക്ഷൻ ബിയിലോ സിഗുറാത്തിനെ കുറിച്ച് ചോദിക്കും. സിഗുറാത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക. ഓൾമോസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആവാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഓരോ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും, എങ്ങനെ ഒരു എക്സാമിനിലേക്ക് എത്രയെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.